സിനിമയിൽ പോയാൽ കിട്ടുന്ന പേയ്മെന്റിനെക്കാട്ടി കൂടുതലാണ് എനിക്ക് സ്റ്റേജ് പ്രോഗ്രാമിൽ കിട്ടുന്നത്. നമ്മൾ ഷെരീഫ് അല്ലേ, പാട്ടുകാരൻ ഷെരീഫ് ഈസ് വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഷെരീഫ് ഖാ, നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാണ്, നിങ്ങൾ ശാസ്ത്രീയ സംഗീതം പഠിച്ചതാണ്, നിങ്ങൾക്ക് വന്നിട്ട് അന്ന് സിനിമയിൽ കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ലേ, എന്തുകൊണ്ട് സിനിമയിലേക്ക് പോയില്ല എന്ന്. പുള്ളിക്കാരൻ പറഞ്ഞത്, സിനിമയിൽ പോയാൽ കിട്ടുന്ന പേയ്മെന്റിനെക്കാട്ടി കൂടുതലാണ് എനിക്ക് സ്റ്റേജ് പ്രോഗ്രാമിൽ കിട്ടുന്നത്. എനിക്ക് എൻ്റെ ലൈഫിനെ സെറ്റിലാക്കണം എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ വന്നിട്ട് ഇതിനാണ് പോവേണ്ടത്, അല്ലാതെ അതിനല്ല. പക്ഷെ മൂപ്പര് രീതിയിൽ സക്സസ്ഫുൾ ആണ്. ഇപ്പോഴും സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുന്നു, നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. ഷെരീഫ് ഖയുടെ ഷോ എന്ന് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ വരികയാണ്. ഒരു ഭയങ്കര കണക്ഷനാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. അതേ സമയത്ത് അദ്ദേഹം ഒരു സിംഗറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റാർഡർ ലെവലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മളെ കേസും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സെലിബ്രിറ്റീസ് വന്നെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു തിന്നാൻ തരുന്നില്ല. അഫ്കോഴ്സ് ഐ മീൻ ദേ ആർ ലൈക്ക് യു നോ, അഫ്കോഴ്സ് നമുക്ക് തിന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കണം. സോ